പത്തനംതിട്ട വായ്പൂരിൽ രോഗിയുമായി പോയ സേവാഭാരതി ആംബുലൻസിന് നേരെ SDPIയുടെ ആക്രമണം. ആംബുലൻസ് ഡ്രൈവർ കോട്ടാങ്ങൽ സ്വദേശി യദുവിനെ സംഘം മർദ്ദിച്ചു. മുൻപ് RSS പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതി ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഡ്രൈവർ യദു പെരുമ്പട്ടി പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രി കുളത്തൂരിൽ ഉത്സവത്തിനിടെ കുഴഞ്ഞുവീണ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വായ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപം നിലയുറപ്പിച്ച ഒരു സംഘം SDPI പ്രവർത്തകർ ആംബുലൻസിന്റെ ചില്ലടിച്ചു തകർത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഡ്രൈവർ യദു പറയുന്നു. ആൾക്കാർ കൂട്ടം കൂടി നടക്കുന്ന SDPI പ്രവർത്തകർ ഞാൻ ഓൺ അടിച്ചിട്ടും സൈറൺ മുഴക്കിയിട്ടും മാറാത്തതിനെ തുടർന്ന് പിന്നെയും ഞാൻ മുന്നോട്ട് കയറുമ്പോഴാണ് കയറിപ്പോവുകയായിരുന്നു. ഇവരെന്ന് തന്നെ അവിടെ തടഞ്ഞു നിർത്തുകയും അവസാനം പോകാൻ പറ്റാഞ്ഞിട്ട് അവർ വിളിച്ച ചേച്ചിമാരി അവർ ഒരു കാറിൽ വണ്ടികളൊന്നും കിട്ടാൻ ഒരു കാറിൽ കയറ്റി കൊണ്ടുവരികയും ആംബുലൻസിൽ കൊണ്ടുവരികയായിരുന്നു. ഞാൻ ശാരീരികമായി അവർ കുത്തിപ്പിടിക്കുകയും ഷാനവാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും പിന്നെ കണ്ടാലറിയാവുന്ന കുറച്ച് പേരും കൂടിയാണ് അവിടെ ഒരു കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അടിക്കുകയും ചെയ്തിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യദുവിനെ രാത്രിയിൽ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയാണ് യദുവിനെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചത്. ആക്രമണം നടത്തിയ SDPI പ്രവർത്തകരുടെ പേരുവിവരങ്ങൾ സഹിതം യദു പെരുമ്പട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.